നമസ്കാരം. മത തീവ്രവാദവും ഭീകരവാദവും ഒക്കെ പല വേഷത്തിൽ കടന്നു വരും. അതാണ് നമ്മൾ വൈറ്റ് കോളർ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിലൂടെ കണ്ടത്. കേരളത്തിൽ ഫിലോകാലിയ എന്നൊരു ധ്യാന കേന്ദ്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചയിലാണ്. അതിന്റെ മുതലാളി മാരിയോ ജോസഫ് എന്ന സുലൈമാൻ തുർക്കി, അയാളുടെ ഭാര്യ ജിജി മാരിയോ, അതുപോലെ അവർ ചെയ്യുന്ന വീഡിയോകൾ, അതുപോലെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ ഒരു തീവ്രവാദത്തിന്റെ, മതഭീകരവാദത്തിന്റെ ഒക്കെ വികൃതമായ മുഖമാണ് പുറത്തു വരുന്നത് എന്ന് സ്പഷ്ടം. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഈ സുലൈമാൻ തുർക്കി നേരത്തെ മുസ്ലിം മതവിശ്വാസിയായിരുന്നു. അയാൾ പിന്നീട് മാർഗം കൂടി ക്രിസ്ത്യാനിയായി. കത്തോലിക്ക സഭ ഉൾപ്പെടെ ഇയാളെ തള്ളിപ്പറഞ്ഞു. ഇയാളുടെ ഈ ധ്യാന കേന്ദ്രം വഴി പല അനിഷ്ട സംഭവങ്ങളും നടന്നു, അല്ലെങ്കിൽ നിയമവിധേയമല്ലാത്ത പലതും നടന്നു എന്ന് പറയപ്പെടുന്നു. ഇയാളുടെ ഭാര്യയും ഇയാളുടെ വേണ്ടപ്പെട്ടവരും തന്നെയാണ് പറയുന്നത്. അതിനിടയിലൂടെയാണ് അജ്മൽ എന്ന ഒരുത്തനെ പറ്റിയുള്ള ചില വാദങ്ങളും വരുന്നത്. അതായത് അജ്മലും ഈ സുലൈമാൻ തുർക്കിയും തമ്മിൽ വിഹിതമല്ലാത്ത പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നു. അവർ തന്നെ പറയുന്നതാണ്, നമ്മൾ പറയുന്നതല്ല. അപ്പം നീ പോയി ചത്താലും വേണ്ടില്ല, അജ്മലിനെ എനിക്ക് മാറ്റാൻ പറ്റില്ല എന്ന് ഈ സുലൈമാൻ തുർക്കി എന്ന മാരിയോ ജോസഫ് പറഞ്ഞതായിട്ടാണ് ഇയാളുടെ വേണ്ടപ്പെട്ടവരൊക്കെ പറയുന്നത്. ഇയാളുടെ മകൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട് കരഞ്ഞുകൊണ്ടൊക്കെ ചില വീഡിയോസും ഒക്കെ കണ്ടു. അതായത് വലിയൊരു സാമൂഹ്യ വിപത്ത് ആയിരുന്നു ഈ ഫിലോകാലിയ എന്ന ഈ പ്രസ്ഥാനം. ഇതിലൊക്കെ കോടിക്കണക്കിന് രൂപ, അതായത് വിദേശത്ത് നടക്കം കോടിക്കണക്കിന് രൂപ, അതുപോലെ ആ ധ്യാനകേന്ദ്രത്തിൽ വരുന്ന ആളുകളിൽ നിന്നൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സംരംഭം നടക്കുന്നത്. അതായത് മത തീവ്രവാദത്തെ വെളുപ്പിച്ചെടുത്ത് മറ്റൊരു മതത്തിന്റെ ഇടയിലൂടെ തള്ളിക്കയറ്റി ജനങ്ങളിലേക്ക് എത്തിച്ച്, നാട്ടിലേക്ക് എത്തിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് പണപ്പിരിവായിരുന്നു ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. മാത്രമല്ല, ഈ അജ്മൽ ആരാണ്? അജ്മൽ പറയുന്നത് ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അജ്മലുമായുള്ള ഈ സുലൈമാൻ തുർക്കിയുടെ അഥവാ മാരിയോ ജോസഫിന്റെ രഹസ്യ ബന്ധങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സ്വർഗാനുരാഗത്തിന്റെ മറ്റൊരു വൃത്തികെട്ട കഥയാണ് പുറത്തു വന്നത്. അതാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ആരോപണങ്ങളായിരിക്കാം, സൂചനകളായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ പറയുന്നതായിരിക്കാം. എന്തൊക്കെയായാലും ഇത് ശരിയായ രീതിയിൽ നടന്നു വരുന്ന, ചാലക്കുടിയിൽ ശരിയായ രീതിയിൽ നടന്നു വരുന്ന, മാന്യമായി നടന്നു വരുന്ന ഒരു മതകേന്ദ്രമല്ല, ഒരു ധ്യാന കേന്ദ്രമല്ല, ഒരു റിട്രീറ്റ് സെന്റർ അല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഇതിനിടയിലൂടെ പലതും നടക്കുന്നുണ്ട്, നിയമവിധേയമല്ലാത്ത പലതും നടക്കുന്നുണ്ട്. ഇത്തരം ചാരിറ്റി ഓർഗനൈസേഷനുകളിലൂടെ, ഇത്തരം ധ്യാന കേന്ദ്രങ്ങൾക്ക് മറവിലൂടെയൊക്കെ തന്നെ പല തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട്. ഇവിടെ ഇത് ഒരു ക്രിസ്ത്യൻ മുഖമുള്ള ഒരു ഇസ്ലാം മത തീവ്രവാദ മുഖമാണ് പുറത്തു വരുന്നത്. മുഖം മൂടി അണിഞ്ഞ് നിൽക്കുകയാണ് ഇവരൊക്കെ. നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇത് വെറും ഒരു ധ്യാന കേന്ദ്രമോ വെറും ഒരു കുടുംബ കലഹമോ അല്ല. ഇത് ആദ്യം അങ്ങനെയാണ് പുറത്തു വന്നത്. പക്ഷേ ഇതിൽ നിന്ന് ദുരൂഹതകൾ ഏറെയാണ്. കോടികളാണ് ഈ ധ്യാന കേന്ദ്രത്തിന്റെ മറവിൽ മറിഞ്ഞത്. ഈ കോടികളൊക്കെ എവിടെ പോയി? ആര് കൊടുത്തു? ഫെമ നിയമം അനുശാസിക്കുന്ന രീതിയിലാണോ ഈ കോടികളൊക്കെ വിദേശത്ത് നടക്കം പിരിച്ചെടുത്തിരിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉയർന്നു വരും. സത്യമായ ഒരു അന്വേഷണം, ശരിയായ രീതിയിലുള്ള അന്വേഷണം ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് നടത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIA-യും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന വാദവും ഉണ്ടാകുന്നുണ്ട്. കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ കൂടി ഇത്തരം അന്വേഷണങ്ങൾ നടത്തണം. മാത്രമല്ല, ഇതുപോലെയുള്ള ഈ ഫിലോകാലിയ പോലെയുള്ള നിരവധി ധ്യാന കേന്ദ്രങ്ങൾ പലയിടത്തായി പ്രവർത്തിക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ തന്നെ പലതരത്തിലുള്ള മാഫിയ, മതഭീകരവാദ ബന്ധങ്ങളും ആരോപിക്കപ്പെടുന്നുണ്ട്. ക്രിസ്ത്യൻ സഭാവിശ്വാസികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തേണ്ടതാണ്. നിങ്ങളുടെ സഭയെ കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ കൂടി ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരം കേന്ദ്രങ്ങൾ കൂണുപോലെ തഴച്ചു വളരുന്നത്, ഇത്തരം ആളുകൾ പണമുണ്ടാക്കുന്നത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അത് ഏത് സമുദായത്തിന്റെ, ഏത് മതത്തിന്റെ ആയാലും അതിന്റെയൊക്കെ മറവിൽ പല രീതിയിൽ, പല വേഷം മാറിക്കൊണ്ട്, മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പലരും കടന്നു വരുന്നു. ഇതുപോലെയുള്ള ദൂതന്മാരുടെ, ദൈവദൂതന്മാരുടെയൊക്കെ വേഷം, ആൾദൈവങ്ങളുടെയൊക്കെ വേഷം അണിഞ്ഞുകൊണ്ടുവരുന്നു. അതുപോലെ തന്നെയാണ് മാരിയോ ജോസഫ് എന്ന സുലൈമാൻ തുർക്കി. ഇയാൾക്ക് തുർക്കി എന്നുള്ള പേര് വന്നത് തുർക്കി എന്ന മതഭീകര രാജ്യത്തോട് ഇയാൾക്കുള്ള അഗാധമായ പ്രണയം മൂലമാണ് എന്നത്രേ. എന്തായാലും അജ്മൽ ആരാണ്? അയാളുടെ പ്രവൃത്തി എന്താണ്? അയാൾ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു? ഈ ധ്യാനകേന്ദ്രത്തിന് മറവിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിദേശ ഫണ്ട് വിനിമയവുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത്? മത തീവ്രവാദ ബന്ധങ്ങളുമായി, മത തീവ്രവാദ സംഘടനകളുമായി മാരിയോ ജോസഫ് എന്ന സുലൈമാൻ തുർക്കിക്കും ഫിലോകാലിയയ്ക്കുമുള്ള ബന്ധങ്ങൾ എന്താണ്? ഇടപാടുകൾ എന്താണ്? ഇതൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതാണ്, പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അന്വേഷിച്ച് അതിന്റെ അപ്ഡേറ്റുകളും കൃത്യമായ വിവരങ്ങളും തീർച്ചയായിട്ടും DNA പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കും.